കവർച്ചയിൽ അന്വേഷണ സംഘത്തിന് 20 അംഗ സംഘം. മംഗലാപുരം, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുകളിൽ CCTV-കൾ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നു. CCTV ഉണ്ടായിട്ട് പോലും പലപ്പോഴും പോലീസിന് കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇനി പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ CCTV കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. 1. നമ്മുടെ CCTV റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ്. പലപ്പോഴും ഹാർഡ് ഡിസ്ക് മോഷ്ടിക്കപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്യപ്പെടുന്ന വിഷ്വൽസ് ഹാർഡ് ഡിസ്കിന് പുറമെ ക്ലൗഡ് സ്റ്റോറേജിലും സൂക്ഷിച്ചാൽ നമുക്ക് നമ്മളുടെ CCTV സിസ്റ്റം നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ റെക്കോർഡ് സേഫായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാമറ ടു ക്യാമറ വിസിബിലിറ്റിയാണ്. അതായത് ഒരു ക്യാമറ ഒരാൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് മറ്റൊരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ അത് നമ്മൾ സ്ഥാപിക്കുന്ന സ്പോട്ടിൽ ഉണ്ടായിരിക്കും. ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് വെച്ചാൽ ഒരു ക്യാമറ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സ്പോട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്നും എത്ര പേരാണ് ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിരുന്നത് എന്നും ഏത് സമയത്താണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്നും കൃത്യമായ വിവരം പോലീസിന് നമുക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളത്. ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ CCTV സിസ്റ്റം സ്ഥാപിച്ചു കഴിയുമ്പോൾ അതിൽ ക്യാമറയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന സ്ഥലം, അതാണ് ബ്ലൈൻഡ് സ്പോട്ട്. ക്യാമറ സിസ്റ്റം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ വിഷ്വൽസിനകത്ത് നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള വാതിലുകൾ, ജനലുകൾ എന്നിവ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളതിന് പകരം ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഒരു ക്യാമറ സ്ഥാപിക്കുന്നത് അപ്പോൾ അതിന് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറ നമ്മൾ സ്ഥാപിക്കുക തന്നെ വേണം. അതായത് പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു സ്ഥലത്ത് മോഷണം നടക്കുന്നു, അവിടെ ക്യാമറയുണ്ട്, ക്യാമറയിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു, വിഷ്വൽസ് എടുത്തു നോക്കുമ്പോൾ വിഷ്വൽ ക്വാളിറ്റി കുറവുള്ളത് കാരണം അതിലുള്ള ആളെ തിരിച്ചറിയാനോ മറ്റുള്ള ഒരു കാര്യത്തിനോ പോലീസിന് ഈ വിഷ്വൽസ് ഉയർന്നതായി ആകാത്ത ഒരു അവസ്ഥ. അതുപോലെ നമ്മുടെ ക്യാമറ സിസ്റ്റം എപ്പോഴും ഒരു ഇൻവെർട്ടർ കണക്റ്റഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇപ്പോൾ പലപ്പോഴും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടാണ് കടന്നു വരാറുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ മോഡം, ക്യാമറ സിസ്റ്റം എന്നിവ ഓഫ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് കീപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? നമ്മൾക്ക് എത്രമാത്രം സെക്യൂരിറ്റി ആവശ്യമുണ്ടോ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജിയും വിഷ്വൽ ക്വാളിറ്റിയുമുള്ള CCTV സിസ്റ്റം സ്ഥാപിക്കാൻ ശ്രമിക്കുക. അവിടെ ബഡ്ജറ്റ് ഓക്കെ. നിങ്ങളുടെ വീടോ സ്ഥാപനമോ റോഡരികിലാണ് എങ്കിൽ ഒരു ക്യാമറ റോഡിനെ ഫോക്കസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇത്തരം ക്യാമറകളിലൂടെ പലപ്പോഴും പല കുറ്റവാളികളെയും പിടിക്കാൻ പോലീസിന് ഇത് സഹായകരമാകാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ കൂടെ ചെയ്യാൻ ശ്രമിക്കുക.